ഇന്നൊരു മോട്ടർ കംപ്ലയിൻറ്റ് നോക്കാൻ വന്നതാണ്. അങ്ങനെ അത് നോക്കാൻ വന്നപ്പോൾ ഇവിടെ ഈ കാണുന്ന 2 പേര് ഇവിടെ ഈ രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ ഈ വെയിലത്ത് ഒരു തണലത്തായി നിന്നിരുന്നത് ഇതിനടിയിലൊരു ബോക്സ് ഇരിക്കുന്നുണ്ട്. ഈ ബോക്സിലായിരുന്നു. അപ്പോൾ അതിനുള്ളിലാണ് ഈ മോട്ടറിൻ്റെ കപ്പാസിറ്ററും കാര്യങ്ങളും അതിൻ്റെ ഡേറ്റ് വെച്ചൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിലെന്തോ സൗണ്ട് കേട്ടിട്ടാണ് ഇവർ അവിടുന്ന് ഇറങ്ങി ഓടിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ എന്താണ് സംഭവം എന്നുള്ളത് നോക്കാൻ വന്നതാണ്. അവരെന്നെ കണ്ടപ്പോൾ നല്ല രീതിയിൽ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. എന്തായാലും 2 പേരും ഞാൻ വരുന്നതും കണ്ടിട്ട് അവിടുന്ന് പോവാതെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ഒന്ന് നോക്കാം. ഈ കാണുന്ന ബോക്സിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. മോട്ടറിൻ്റെ ഡി പി വെച്ചോ എല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ബോക്സിൻ്റെ ഉള്ളിലാണ്. ആരാ വെച്ചതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഈ മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. ആദ്യം മോട്ടറിൻ്റെ ഈ കപ്പാസിറ്ററൊക്കെ ഒന്ന് ഡി പി വെച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതിനുശേഷം മോട്ടർ പൊന്തിക്കുകയാണ് നല്ലത്. കുറച്ച് ആളുള്ള കിണറാണ്, അതുകൊണ്ട് തന്നെ അല്ലാതെ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പൊന്തിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ആദ്യം നോക്കാം. ഇതായി കാണുന്ന കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇത് പൊട്ടിയപ്പോഴാണ് ഇതിനുള്ളിലുള്ള 2 പേരും ഓടിയത് എന്നാണ് കണ്ടപ്പോൾ തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ കപ്പാസിറ്റർ മാറ്റിയിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്ത് മോട്ടർ വീണ്ടും വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലൊക്കെ പൊട്ടിത്തെറിയായിട്ട് കാണാറുണ്ട്. ഒരു സൗണ്ട് കേട്ടെന്നുള്ള വീട്ടുകാരും പറഞ്ഞിരുന്നു. എന്തായാലും ഇതാണ് കംപ്ലയിൻറ്റ് മോട്ടറിൻ്റെ. ഇതൊന്ന് ക്ലിയറാക്കി ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.